ഹലോ മക്കളെ, ഷജാസ് സാറാണ്. അപ്പോൾ നമ്മുടെ BA എക്സാമിൻ്റെ ബയോളജി ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ വന്നിരിക്കണം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, അതായത് 76ാമത്തെ ക്വസ്റ്റ്യൻ. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ റിഗാർഡിംഗ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായത് കണ്ടെത്താനാണ്. അതിലൊന്നെന്താണ്? പ്രോട്ടോസോവൻസ് ആർ സിംഗിൾ സെല്ലുലാർ പ്രോക്യാരിയോട്ട്. പ്രോട്ടോസോവ സിംഗിൾ സെല്ല്, ഏകകോശമായ പ്രോക്യാരിയോട്ട് എന്നാണ് പറയുന്നത്. ആണോ? അല്ല. പ്രോട്ടോസോവ എന്താണ്? സിംഗിൾ സെല്ല് യൂക്യാരിയോട്ടാണ്. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? തെറ്റാണ്. തെറ്റാണ്. ആൾ അക്വയർഡ് ഡിസീസ് ആർ കണ്ടാജിയസ്. അതായത് എല്ലാ അക്വയർഡ് ഡിസീസസ് അത് കണ്ടാജിയസ് ആണോ? എല്ലാതും പരക്കണതാണോ? അല്ല. എല്ലാ അക്വയർഡ് ഡിസീസും കണ്ടാജിയസ് അല്ല. അപ്പോൾ ക്യാൻസർ പോലത്തെ രോഗങ്ങൾ അത് പരക്കുമോ? ഇല്ല. അപ്പോൾ എല്ലാ അക്വയർഡ് ഡിസീസും എന്തല്ല? കണ്ടാജിയസ് അല്ല. അതെന്താണ്? തെറ്റാണ്. ഇഫ് ദ വൂണ്ട് ഈസ് ഹീൽഡ് ബൈ കണക്റ്റീവ് ടിഷ്യൂ, സ്കാർ ഓഫ് ദ വൂണ്ട് മേക്ക് റിമൈൻ. അതായത് നമുക്ക് മുറിവുണ്ടായി, ആ മുറിവ് നമ്മൾ ഉണക്കുന്നത് കണക്റ്റീവ് കോശങ്ങൾ, യോജക കല ഉപയോഗിച്ചിട്ടാണെങ്കിൽ അതുണ്ടാവും, മുറിൻ്റെ പാട് അവിടെ റിമൈൻ ചെയ്യും. അത് ശരിയാണ്. 4. ട്രെയിൽ ഫിറമോൺസ് ഹെൽപ്സ് ടു സിഗ്നൽ ഡേഞ്ചർ. അപ്പോൾ നമ്മൾ ആ ഉറുമ്പിൻ്റെ കേസൊക്കെ പറഞ്ഞിരുന്നു അല്ലേ? ഈ ഫിറമോൺ എന്ന കെമിക്കൽ, അവർക്ക് ഒരുപാട് ഫിറമോൺസ് ഉണ്ട്. നമ്മളെ ഈ ഡേഞ്ചർ ഡിറ്റക്റ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ നമ്മളെ ഫുഡ് ഡിറ്റക്റ്റ് ചെയ്യാൻ ഒരുപാട് ഫിറമോൺസ് ഉണ്ട്. അതിൽ ട്രെയിൽ എന്ന് ആലോചിക്കുമ്പോൾ റെയിൽ എന്ന് ആലോചിക്കുക. റെയിൽ അതായത് പാത. പോലെ പാത്ത് സഞ്ചാരപാത ഡിറ്റർമൈൻ ചെയ്യാനാണ് എന്ത്? ട്രെയിൽ ഫിറമോൺ. അല്ലാതെ ഡേഞ്ചർ ഡിറ്റർമൈൻ ചെയ്യാൻ അല്ല. ശരിയല്ലേ? ചോദിച്ചെന്താണ്? കറക്റ്റ് ഓപ്ഷൻ അല്ലേ? അപ്പോൾ താഴെ പറയുന്നതിൽ 1, 2, 4 തെറ്റാണ്. അപ്പോൾ ഏത് ഓപ്ഷൻ വരിക? ഡി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ബഞ്ചി ടോപ്പ് ഓഫ് ബനാന ആൻഡ് ബഡ് റോട്ട് ഓഫ് കോക്കനട്ട് ആർ കോസ്ഡ് ബൈ ഡാഷ് റെസ്പെക്റ്റീവ്ലി. ബഞ്ചി ടോപ്പ് ഓഫ് ബനാന എന്ന് പറയുന്നതാണ് വാഴയിലുണ്ടാവുന്ന കുറുനാമ്പ് രോഗം. ബഡ് റോട്ട് ഓഫ് കോക്കനട്ട് എന്താണ്? ആ തെങ്ങിൻ്റെ കൂമ്പ് ചെയ്യല്ലേ? ഇപ്പോൾ ബനാന വാഴയല്ലേ? വാഴ എന്ന് കേൾക്കുമ്പോൾ വൈറസ്. ശരി. ഇനി കോക്കനട്ട് തേങ്ങ അല്ലേ? തേങ്ങൻ്റെ നമ്മൾ ആ കൂമ്പ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഫംഗസ് ആണ്. അപ്പോൾ ആൻസർ വരിക 77 ഡി ആയിരിക്കും കേട്ടോ. ഇനി ഐഡൻറ്റിഫൈ പി ആൻഡ് ക്യൂ. മക്കൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിട്ടോ. അടുത്തത് 78ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഐഡൻറ്റിഫൈ പി ആൻഡ് ക്യൂ ഫ്രം ദ പിക്ചർ അല്ലേ? ഈ തന്ന ഫിഗറിൽ പിയും ക്യൂവും എന്താണെന്ന് ചോദിച്ചിരിക്കണം കേട്ടോ. ഇത് എന്തിൻ്റെ ഫിഗറാണ്? DNA ഫിഗറാണ്. എന്തിൻ്റെയാണ്? DNA. അതിൽ തന്നത് എന്താണ്? പി എന്താണ്? ആ ഉണ്ട അല്ലേ കാണിച്ചിരിക്കുന്നത്? ഉണ്ട. എത്ര ഉണ്ടുണ്ട് അവിടെ? 1, 2, 3, 4, 5, 6, 7, 8. 8 ഉണ്ടൊക്കെ ഒരു പേരുണ്ടല്ലോ. എന്തോ ഒക്ടാമർ. ഹിസ്റ്റോൺ ഒക്ടാമർ ആണെന്ത്? പി. ആ ഹിസ്റ്റോൺ ഒക്ടാമറിൻ്റെ കൂടെ നമ്മൾ ഈ പറയുന്ന DNA ആ സ്ട്രാൻഡ് അതുകൂടെ വന്നു കഴിഞ്ഞാൽ എന്ത് വിളിക്കും? അതിനെ ന്യൂക്ലിയോസോം എന്ന് വിളിക്കും അല്ലേ? ശരിയല്ലേ? അപ്പോൾ ഓപ്ഷൻ 78 സി ആയിരിക്കും എന്ത് വരിക? കറക്റ്റ് ആൻസർ വരിക കേട്ടോ. അടുത്തത് 79. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ആർ റോങ് റിഗാർഡിങ് ക്രിസ്പർ. നമ്മൾ ലാസ്റ്റ് ചാപ്റ്റർ ജെനറ്റിക്സിൻ്റെ ചാപ്റ്റർ എന്താ പഠിച്ചത്? ക്രിസ്പർ Cas9 ടെക്നോളജി പഠിച്ചില്ലേ? അതിലെന്താ പറയണത്? അതിൽ ഒരുപാട് സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. എന്ത്? ആദ്യം നമ്മൾ എന്ത് ചെയ്യും? DNA മുറിക്കും, പിന്നെ എന്ത് ചെയ്യും? ആ പ്രോട്ടീൻ ഉണ്ടാക്കും. അങ്ങനെ ഒരുപാട് സ്റ്റെപ്പ്, 3 സ്റ്റെപ്പായിട്ട് 3 കോളം പഠിച്ചിരുന്നു. അതിനെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് എന്താണ്? ഇറ്റ് ഈസ് ഡിസ്കവേർഡ് ഫ്രം നാച്ചുറൽ ഡിഫെൻസ് മെക്കാനിസം യൂസ്ഡ് ബൈ വൈറസ്. ശരിയാ തെറ്റാ? അത് തെറ്റാണ്. എന്താ തെറ്റ് വരാൻ കാരണം? ഇത് ബാക്ടീരിയ വൈറസിനെ കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ്. അപ്പോൾ ഇവിടെ എന്താ പറയണത്? നാച്ചുറൽ ഡിഫെൻസ് മെക്കാനിസം യൂസ്ഡ് ബൈ വൈറസ്. വൈറസ് ഉപയോഗിക്കുന്നതാണോ? അല്ല. ബാക്ടീരിയ ഉപയോഗിക്കുന്നതാണ്. എന്തിനു വേണ്ടിയിട്ട്? വൈറസിനെ കൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നെന്താണ്? തെറ്റാണ്. രണ്ടെന്താണ്? Cas9 ഈസ് ആൻ എൻസൈം യൂസ്ഡ് ടു ജോയിൻ ദ DNA ഫ്രാഗ്മെൻറ്റ്. അങ്ങനെ മുറിച്ച് കിട്ടിയ DNA കഷ്ണത്തിനെ ഒട്ടിക്കാൻ Cas9 ഉപയോഗിക്കുന്ന പറയണത്. Cas9 എൻസൈം ഈസ് യൂസ്ഡ് ടു ജോയിൻ DNA ഫ്രാഗ്മെൻറ്റ്. അങ്ങനെ മുറിച്ച് കിട്ടിയ DNA കഷ്ണങ്ങളെ ഒട്ടിക്കാനാണ് Cas9. ശരിയാ തെറ്റാ? തെറ്റാണ്. DNA കഷ്ണങ്ങളെ മുറിക്കാനാണ് ആര്? Cas9 എൻസൈം. ഇപ്പോൾ രണ്ടാമത്തും എന്താണ്? തെറ്റാണ്. അടുത്ത ഇറ്റ് ഹെൽപ്സ് ടു റിമൂവ് അൺവാണ്ടഡ് ക്യാരക്ടർ ആൻഡ് ആൾസോ ടു ആഡ് ന്യൂ ക്യാരക്ടർ അല്ലേ? നമുക്ക് ആവശ്യമുള്ള സ്വഭാവത്തിന് ആഡ് ചെയ്യാനും ആവശ്യമില്ലാത്ത സ്വഭാവം ഒഴിവാക്കാനുമാണെന്ത്? ഈ ടെക്നോളജിയിൽ. മൂന്നാമത് ശരിയാണ്. 4. gRNA അതായത് നമ്മളെ ഗൈഡ് RNA ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ RNA സെഗ്മെൻറ്റ് ടു ബി കട്ട്. ഏത് RNA DNA ഏത് ഭാഗമാണ് മുറിക്കേണ്ടതെന്ന് ആരാ പറഞ്ഞു തരിക? ഈ പറയുന്ന gRNA ആണ് എന്ത് ചെയ്യുക? പറഞ്ഞു തരിക. ശരിയല്ലേ? അപ്പോൾ ശരിയാണ്. ഏത് ആൻസർ വരിക? 3ഉം 4ഉം ശരിയാണല്ലേ? റോങ്ങായി ചോദിച്ചേക്കണം അല്ലേ? ഏതൊക്കെ തെറ്റ് ഏതൊക്കെയാണ്? 1ഉം 2ഉമാണ് എന്ത് വരിക? തെറ്റ് വരിക കേട്ടോ. ഇനി 80. ഗ്ലോ ഫിഷ് ഈസ് എ GMO വിച്ച്
വിത്ത് ദ എബിലിറ്റി ഫോർ ഗ്ലോ ഫിഷ് അല്ലേ, ഗ്ലോ ഫിഷ് ആ പേര് തന്നെ ഉണ്ട്, ഗ്ലോ തിളങ്ങുക. അപ്പോൾ അത് ഏത് കഴിവാക്കണം? GMO എന്ന് പറയുന്നത് എന്താണ്? ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. ഈ പറയുന്ന ഗ്ലോ ഫിഷ് സാധാ ഫിഷല്ല, തിളങ്ങാൻ കഴിവുള്ള ഫിഷാണ്. അതെന്തായിരിക്കും ക്യാരക്ടർ, എന്ത് സ്വഭാവം കൊണ്ടായിരിക്കും? വൈറസ് റെസിസ്റ്റൻസ് ആണോ? അല്ല. ഹൈ പ്രൊഡക്ടിവിറ്റി ആണോ? അല്ല. ന്യൂട്രിയൻ എൻറിച്ചഡ് ആണോ? ഒരുപാട് ന്യൂട്രിയൻസ് ഉള്ളതുകൊണ്ടാണോ? അല്ല. ഫ്ലൂറസെൻസ് ആണ് എന്തിന് കാരണം? തിളങ്ങാൻ കാരണം. അപ്പോൾ MBൻ്റെ ആൻസർ എന്താ വരിക? A ആണ് വരിക. ഇനി 81 നോക്കൂ. വിച്ച് ഹോർമോൺ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പാൻക്രിയാസ് വെൻ ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഡിക്രീസ്? ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുമ്പോൾ പാൻക്രിയാസ് ഏത് ഹോർമോൺ ഉണ്ടാക്കുക? ഏതുണ്ടാക്കുക? നമുക്കറിയാം, ഈ പാൻക്രിയാസിൽ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന സെൽസ് ഉണ്ട്. ഓല് എന്തുണ്ടാക്കും? അതിൽ 2 സെൽസ് ഉണ്ട്, ആൽഫ സെൽസും ഉണ്ട്, ബീറ്റ സെൽസും ഉണ്ട്. ആൽഫ സെൽസ് എന്തുണ്ടാക്കും? ഇൻസുലിൻ ഉണ്ടാക്കും. ബീറ്റ സെൽസ് ഗ്ലൂക്കോൺ ഉണ്ടാക്കും. ആ ഗ്ലൂക്കോണാണ് എന്തുണ്ടാക്കുക? ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുക. ഇൻസുലിൻ എന്താ ചെയ്യുക? ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ കുറക്കുക ചെയ്യുക. അവിടെ എന്താ ചോദിച്ചത്? ഗ്ലൂക്കോസിൻ്റെ അളവ് ആരാ കുറക്കുക എന്നല്ല ചോദിച്ചത്. ഇച്ച് ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ ദ പാൻക്രിയാസ് വെൻ ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഡിക്രീസ്? ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞു, അപ്പോൾ എന്ത് ചെയ്യണം? കൂട്ടണം. ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടണം. അതാരാ കൂട്ടുക? ഗ്ലൂക്കോൺ എന്ത് ചെയ്യുക? കൂട്ടട്ടോ. ഇനി അടുത്തത് 82 നോക്കിട്ടോ. വേഗം നോക്കി. എയ്ഡ്സ് ഈസ് ആൻ ഇൻഫെക്ഷ്യസ് ഡിസീസ്. എയ്ഡ്സ് എന്താണ്? ഒരു പകരുന്ന രോഗമാണോ? എയ്ഡ്സ് പകരും, ഉറപ്പല്ലേ? പകരും. ഇനി അസേഷൻ കഴിഞ്ഞു. റീസൺ എന്താ? HIV വൈറസ് സ്പ്രെഡ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ത്രൂ ടച്ച് ആൻഡ് എയർ. തൊട്ട് കഴിഞ്ഞാലും വായു കൂടെ ഒക്കെ എന്ത് ചെയ്യും? എയ്ഡ്സ് ഉണ്ടാക്കുന്ന വൈറസായ HIV ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് പകരോ? ഇല്ല. അതെങ്ങനെ പകരുക? ത്രൂ സെക്ഷൽ കോൺടാക്റ്റ്, അതുപോലെ തന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അല്ലേ, സെക്സ് ചെയ്യുമ്പോൾ അങ്ങനെ പകരും. പിന്നെ എന്ത് ചെയ്യും? ബ്ലഡ് കൊടുക്കുമ്പോൾ ആ രീതിയിൽ പകരില്ലേ, ആ രീതിയിലേക്കാണ് പകരം. അല്ലാതെ തൊട്ട് കഴിഞ്ഞാലോ എയർ കൂടെ എന്ത് പകരില്ല? എയ്ഡ്സ് പകരില്ല. അപ്പോൾ എന്താ ആൻസർ വരിക? അസേഷൻ ശരിയാണ്, റീസൺ എന്താണ്? തെറ്റാണ്. അസേഷൻ ട്രൂ, റീസൺ ഈസ് ഫാൾസ് കേട്ടോ. ഏത് ആൻസർ വരിക? C ആണ് എന്ത് വരിക? ആൻസർ വരിക. അടുത്തത്, വിച്ച് ക്രോമസോം പെയർ ഹെൽപ്സ് ഇൻ സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹ്യൂമൻസ്? മനുഷ്യന്മാരുടെ ലിംഗനിർണ്ണയത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാടാ? അപ്പോൾ അറിയണം, മനുഷ്യന്മാർക്ക് എത്ര ഹോർമോൺസ് ഉണ്ട്? 23 പെയർ, അഥവാ 46 എന്തുണ്ട്? ക്രോമസോംസ് ഉണ്ട് കേട്ടോ. 46 എന്തുണ്ട്? ക്രോമസോം ഉണ്ട്. അതിൽ നമ്മൾ പറയുന്നത് 22 പെയർ ഓട്ടോസോമും പിന്നെ ഒരു പെയർ എന്താണ്? സെക്സ് ക്രോമസോമാണ്. അപ്പോൾ 23ാമത്തെ പെയർ അതാണ് എന്ത് വരിക? സെക്സ് ക്രോമസോം വരിക കേട്ടോ. അപ്പോൾ 23rd പെയറാണ് എന്ത് വരിക? ആൻസർ വരിക. ഇനി കാലോസ് ഈസ് എ പോളിസാക്കറൈഡ് പ്രസൻറ്റ്. നമ്മളെ എന്താ ഇപ്പോൾ പ്ലാന്റിൻ്റെ സെൽവാളിൽ കാണപ്പെടുന്ന ആ സാധനമാണ് എന്ത്? കാലോസ്. അത് എവിടെ ഉണ്ടാവുക? ഇൻസൈഡ് ദ സെൽവാൾ. കോശഭിത്തിൻ്റെ ഉള്ളിലാണോ? അല്ലല്ലോ. ഔട്ട്സൈഡ് സെൽവാൾ, കോശത്തിൻ്റെ പുറത്താണോ? അല്ല. പിന്നെ എവിടെയാണ്? ഓൺ ദ സെൽവാൾ, കോശഭിത്തിൻ്റെ ഉള്ളിലെ ആ ഒരു കോശഭിത്തിയിലാണ് ആരുണ്ടാവുക? പുറത്തും അല്ല, അകത്തും അല്ല, ആ കോശഭിത്തിയിലാണ് ആരുണ്ടാവുക? കാലോസ് കാണപ്പെടുക. അപ്പോൾ 84 B ആയിരിക്കും എന്ത്? കറക്റ്റ് ആൻസർ വരിക കേട്ടോ. ഇനി അടുത്തത് 85. DNA ഈസ് എ ജനറ്റിക് മെറ്റീരിയൽ. DNA എന്താണ്? ഒരു ജനിതക വസ്തു അല്ലേ? ശരിയാണ്. അസേഷൻ ശരിയാണ്. റീസൺ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് എ ന്യൂക്ലിയിക് ആസിഡ് ദാറ്റ് ഹെൽപ്സ് ഇൻ ട്രാൻസ്ഫറിങ് ക്യാരക്ടേഴ്സ് ടു ജനറേഷൻ. എന്തുകൊണ്ടാണ് ഒരു വസ്തു ജനറ്റിക് മെറ്റീരിയൽ ആവുക? ഇപ്പോൾ എൻ്റെ ക്യാരക്ടർ എൻ്റെ കുട്ടിക്ക് കിട്ടണം. അതെങ്ങനെ കിട്ടുക? DNA വഴിയല്ലേ കിട്ടുക. അപ്പോൾ അതുകൊണ്ടാണ് ജനറേഷൻ വഴി ഈ പറയുന്ന എന്ത് സ്വഭാവങ്ങളെ ട്രാൻസ്ഫർ ചെയ്യാൻ, കൈമാറപ്പെടാൻ ആര് സഹായിക്കുന്നുണ്ട്? DNA സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് DNA നമുക്ക് എന്ത് വിളിക്കുക? ജനറ്റിക് മെറ്റീരിയൽ, ജനിതക വസ്തു എന്ന് വിളിക്കുക. അപ്പോൾ അസേഷൻ ശരിയാണ്, റീസൺ ശരിയാണ്. അതെന്താണ്? കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ A ആണ് വരിക. ഇനി 86. വാട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ബോഡി ത്രൂ വാക്സിനേഷൻ? വാക്സിൻ കുത്തിവെപ്പ് വഴി നമ്മുടെ ബോഡിയിൽ എന്താ ഉണ്ടാക്കുന്നത്? നമ്മൾ പറയും വാക്സിൻ കുത്തിവെപ്പ് നമ്മുടെ ബോഡിക്ക് എന്ത് കൊടുക്കടാ? ഒരു ഓർമ്മശക്തി കൊടുക്കുക പറയും. എങ്ങനെ? ഈ വാക്സിൻ എന്ന് പറഞ്ഞാൽ ചില ജീവികളുടെ ബോഡി പാർട്ടൊക്കെയാണ്. അത് നമ്മുടെ ബോഡിക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ബോഡി ഇതിനെക്കുറിച്ച് വ്യക്തിക്ക് പഠിക്കും. എന്നിട്ട് ഇതിനെ കൊല്ലാൻ വേണ്ട ആൻറ്റിബോഡി ഉണ്ടാക്കി ഇങ്ങനെ നിൽക്കും. ഇനി അടുത്ത വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ്? കൊല്ലാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ വാക്സിൻ വഴി എന്താ ഉണ്ടാക്കുക? നമ്മളെ ബോഡിയിൽ ആൻറ്റിബോഡി ആണ് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ 86 ആൻസർ എന്താ വരിക? A ആണ് വരിക. നെക്സ്റ്റ് 87. ഇതും അസേഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. എന്താ പറയുക? 87ാമത്തെ ക്വസ്റ്റ്യന്, ദ ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ഡ്യൂറിങ് ഡേഞ്ചറസ് സിറ്റുവേഷൻ. നമുക്കറിയില്ലേ, പട്ടിയെ കാട്ടാൻ വന്നാൽ അസുറോ എന്തുണ്ടാകും? ഹാർട്ട് ബീറ്റ് കൂടും. ശരിയല്ലേ? അസേഷൻ ശരിയാണ്. റീസൺ എന്താ പറയണത്? അഡ്രനാ. അപ്പോൾ അസേഷൻ എന്താ പറയണത്? ദ ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ഡ്യൂറിങ് ഡേഞ്ചറസ് സിറ്റുവേഷൻ അല്ലേ? അല്ല, എന്താ ഡേഞ്ചറസ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് കൂടും? ഹാർട്ട് ബീറ്റ്
കൂടും. എന്തുകൊണ്ടാണ്? റീസൺ എന്താണ്? അഡ്രനാലിൻ ഹോർമോൺ പ്രിപ്പയർ ദ ബോഡി ടു ഫേസ് എമർജൻസി സിറ്റുവേഷൻ അല്ലേ. ഈ നമ്മൾ ഈ എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാക്കും? നമ്മുടെ അഡ്രനൽ ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും ഉണ്ടാകും. ഇതാണ് ഇതിന് കാരണം. നമ്മൾ ഈ പറയുന്ന ഡേഞ്ചർ സിറ്റുവേഷൻ നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യാനും ഹാർട്ട് ബീറ്റ് കൂട്ടാനും കാരണം. അപ്പോൾ അസേഷൻ ശരിയാണ്, റീസണും ശരിയാണ്, കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ് കേട്ടോ. ഇനി അടുത്ത 88. വിച്ച് പാർട്ട് ഓഫ് ദ ഇന്നർ ഇയർ ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ് ഇക്വിലിബ്രിയം? നമ്മുടെ ബോഡിയുടെ സന്തുലിതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇന്നർ ഇയറിൻ്റെ ഏത് ഭാഗമാണ് സപ്പോർട്ട് ചെയ്യുക പറയുന്നത്? നമുക്കറിയാം ഇന്നർ ഇയറിൽ ഏതൊക്കെ ഭാഗങ്ങളുണ്ട്? ഈ കോക്ലിയ ഉണ്ട്, സെമി സർക്കുലർ കനാൽസ് ഉണ്ട്, വെസ്റ്റിബ്യൂൾസ് ഉണ്ട് അല്ലേ. ഇങ്ങനെ ഒരുപാട് ഭാഗങ്ങളില്ലേ. അതിൽ സെമി സർക്കുലർ കനാലും വെസ്റ്റിബ്യൂളാണ് എന്തിനു സഹായിക്കുക? ബോഡി ബാലൻസ് ചെയ്യാൻ. എന്നാലാ പറയുന്ന കോക്ലിയാണ് എന്തിനു സഹായിക്കുക? ഇയറിങ്ങിന്. ഇവിടെ ചോദിച്ചാൽ എന്താണ്? ഇക്വിലിബ്രിയം അല്ലേ, ബോഡി ബാലൻസ് അല്ലേ. അപ്പോൾ ആരാ വരിക ആൻസർ? സെമി സർക്കുലർ കനാലും വെസ്റ്റിബ്യൂളും കേട്ടോ. ഇനി ഗിബ്ബൺ ആൻഡ് ഗൊറില്ല ആർ ബിലോങ്സ് ടു. ഇത് ടെക്സ്റ്റിൽ എന്തുണ്ട്? കറക്റ്റ് ഫിഗർ ഉണ്ട്. എന്നിട്ട് ആ ആൾക്കാരെ ഫിഗറും വെച്ചാണ്ട് ഇങ്ങനെ മാപ്പായി ഇത് വരച്ചു കൊടുത്തുകൊണ്ടോ അത് നോക്കിയാൽ മതി. അവർ പറയേണ്ടത് എന്ത്? ഈ ഗിബ്ബണും ഗൊറില്ല ഏതിലാണ് പെടാ? ഹോമിനിഡയിലും ആന്ത്രോപോയിഡിലും പെടുക കേട്ടോ. അത് നോക്കിയാൽ മതി, ടെക്സ്റ്റിലുണ്ട്, കറക്റ്റ് ഫിഗർ ഉണ്ട് കേട്ടോ. അത് നോക്കിയാൽ കിട്ടും, പറയേണ്ട ആവശ്യമില്ല. അടുത്ത 90. ബോത്ത് അലീൽസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ദ സെയിം ടൈം ഈസ് കാൾഡ്. നമുക്കറിയാം നമ്മുടെ ജീനിൽ എന്തുണ്ടടാ? 2 ടൈപ്പ് അലീൽസ് ഉണ്ടാവില്ലേ. ഇപ്പം പ്ലാന്റ്സിനെ നമ്മൾ പറയുന്നത് ക്യാപിറ്റൽ ടി എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്നൊക്കെ പറയും. ഇതൊരു ജീനാണെങ്കിൽ അതിൻ്റെ ക്യാപിറ്റൽ ടിയും സ്മോൾ ടി എന്താണ്? 2 അലീൽസാണ്. അപ്പോൾ ഭൂരിഭാഗം കേസിലും ഒരു അലീൽ മാത്രം എന്ത് ഉണ്ടാവുള്ളൂ? എക്സ്പ്രസ് ചെയ്യുള്ളൂ കേട്ടോ. ചില കണ്ടീഷൻസിൽ 2 അലീലും എക്സ്പ്രസ് ചെയ്യും. ആ കണ്ടീഷനാണ് എന്ത്? മൾട്ടിപ്പിൾ അലീൽസമാണോ? അല്ല. ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് ആണോ? അല്ല. കോ ഡൊമിനൻസ്. 2 ആളും ഒരുമിച്ച് എന്ത് ചെയ്യും? എക്സിസ്റ്റ് ചെയ്യും കേട്ടോ. അത് ആൻസർ എന്താ വരിക? 90 ബി ആണ് വരിക കേട്ടോ. അപ്പോൾ ബയോളജി സെഷൻ കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു.